ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം, രാജ്യത്തെ ഇന്ന് 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ ഇല്ലാതാവുകയും പുതിയ പ്രധാനപ്പെട്ട നിയമസംഹിതകൾ വരികയും ചെയ്തു. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിലായിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയായിരിക്കും ഇനി മുതൽ ഇന്ത്യൻ പീനൽ കോഡിന് പകരം. നാഗരിക് സുരക്ഷാ സംഹിതയായിരിക്കും ഇനി മുതൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം. ഭാരതീയ സാക്ഷ്യ അധിനിയമമായിരിക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ടിനു പകരം. ഇന്നു മുതൽ രാജ്യത്തെടുക്കുന്ന കേസുകൾ പുതിയ നിയമപ്രകാരമായിരിക്കും രജിസ്റ്റർ ചെയ്യുക. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് തയ്യാറാക്കിയ ഒരു ചെറിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യൻ പീനൽ കോഡിന് പകരം വരുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ആകെ 358 വകുപ്പുകൾ. സംഘടിത കുറ്റകൃത്യങ്ങളും തീവ്രവാദത്തിനും നിർവചനം നൽകുന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. കുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്താൽ ക്രിമിനൽ നിയമമനുസരിച്ച് വധശിക്ഷ വരെ ലഭിക്കാം. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുന്നത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ക്രിമിനൽ കുറ്റമാകും. ആൾക്കൂട്ട ആക്രമണവും പുതിയ കുറ്റമാണ്. സാമൂഹിക സേവനമാണ് BNS അനുസരിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ ശിക്ഷ. BNS അനുസരിച്ച് ജെൻഡർ എന്ന നിർവചനത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കൂടി ഉൾപ്പെടും. 152 വകുപ്പ് അനുസരിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന പ്രവൃത്തി എന്ന കുറ്റം നിർവചിച്ചിരിക്കുന്നു. ജീവപര്യന്തം വരെയാണ് 152 വകുപ്പിനുള്ള ശിക്ഷ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSS ആണ് ക്രിമിനൽ കേസുകളിലെ നടപടിക്രമം സംബന്ധിച്ച പുതിയ നിയമം. കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നതും അന്വേഷണവും മുതൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നടപ്പാക്കുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾ BNSS-ൽ നിർവചിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം സംഭവിച്ച പരിധിയുള്ള പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, ഏത് പോലീസ് സ്റ്റേഷനിലും അധികാര പരിധിയില്ലാതെ FIR രജിസ്റ്റർ ചെയ്യാം. പരാതി ഓൺലൈനായും നൽകാം. അന്വേഷണത്തിലും വിശദമായ മാർഗനിർദ്ദേശങ്ങൾ BNSS നൽകുന്നു. അതിക്രൂര കുറ്റകൃത്യങ്ങളുടെ ക്രൈം സീനുകൾ ദൃശ്യവൽക്കരിക്കണം. അന്വേഷണത്തിന് കരുത്തു പകരാനും അതിജീവിതർക്ക് സംരക്ഷണം നൽകാനും പുതിയ ക്രിമിനൽ നിയമങ്ങൾ വഴി കഴിയും. ലൈംഗിക അതിക്രമങ്ങളിലെ അതിജീവിതരുടെ മൊഴി ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ വഴിയും റെക്കോർഡ് ചെയ്യപ്പെടും. ബലാത്സംഗ കേസുകളിലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ 7 ദിവസത്തിനകം അന്വേഷണ സംഘം ശേഖരിക്കണം. രേഖകളുടെ പകർപ്പ് പ്രതികൾക്കും പരാതിക്കാർക്കും 14 ദിവസത്തിനകം നൽകണം. കേസുകളിലെ നടപടിക്രമങ്ങൾ അന്തിമമായി നീട്ടിക്കൊണ്ടുപോകാനാവില്ല. കേസ് നീട്ടിവെക്കാവുന്നത് പരമാവധി 2 തവണ മാത്രം. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം. ഡിജിറ്റൽ രേഖകളും ഡോക്യുമെന്റ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടും. ഇലക്ട്രോണിക് രൂപത്തിൽ ലഭിച്ച സാക്ഷിമൊഴികളും തെളിവായി പരിഗണിക്കും. തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ ഭാരതീയ സാക്ഷ്യ അധിനിയം കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.